കലങ്കാവലിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. സംവിധായകൻ ജിതിൻ കെ ജോസ് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് ഹലോ മലയാളത്തിൽ. ശ്രീ ജിതിൻ കെ ജോസ്, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്, താങ്ക് യു. ഓക്കെ, മമ്മൂക്കയുടെ പിറന്നാൾ ദിവസമാണ്. കലങ്കാവലിന്റെ വിശേഷം ഒത്തിരി ചോദിക്കാനുണ്ട്, പക്ഷേ എങ്കിലും നമുക്കൊരു ബർത്ത്ഡേ വിഷിൽ നിന്ന് തുടങ്ങാം. ഞാനിപ്പോ കളങ്കാവൽ എന്ന സിനിമയുടെ സംവിധായകനാണ്. നമ്മുടെ സിനിമയുടെ അവസാനഘട്ട ജോലികളിലാണ്. എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യവും ഏറ്റവും വലിയൊരു അവസരവുമായിട്ട് കരുതുന്നു മമ്മൂക്ക ഈ ഒരു സിനിമയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള തീരുമാനമെടുത്തത്. എല്ലാ മലയാളത്തിൽ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സിനിമ സംവിധായകന്റെയും ഏറ്റവും വലിയൊരു സ്വപ്നമാണ് മമ്മൂക്കയിലൂടെ ഒരു എൻട്രി കിട്ടുക എന്നുള്ളത്. എന്തൊക്കെയോ ഭാഗ്യം കാരണം അങ്ങനെ ഒരു അവസരം ലഭിച്ചു. അതിന് എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയുന്നതിനോടൊപ്പം അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള ജന്മദിന ആശംസകളും നേരുന്നു. യെസ്, ശ്രീ ജിതിൻ കെ ജോസ്, ഇപ്പം ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ ഈ മലയാളികളെ സംബന്ധിച്ച് അടുത്ത ഹൈപ്പുള്ള ഒരു സിനിമയാണ് കലങ്കാവൽ. ടീസർ അങ്ങനെയായിരുന്നു. അപ്പോൾ പുതിയ അപ്ഡേഷൻ എന്താണ് കലങ്കാവലിന്റെ? അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അധികം താമസിയാതെ സിനിമ തിയേറ്ററിലോട്ട് വരുന്നതാണ്. ബാക്കി ഏകദേശം പണികളൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് അവസാനഘട്ട മിനുക്ക് പണികളിലാണ്. എല്ലാവരെയും സംതൃപ്തിപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. ഓക്കെ, ഡബിംഗ് ഒക്കെ പൂർത്തിയായോ? ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് പിന്നെ ബേസിക്കലി നമ്മൾ മെയിൻലി പിന്നെ സിംഗ് സൗണ്ട് പരിപാടികളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ അവസാനത്തെ കുറച്ച് പാട്ട് പരിപാടികളൊക്കെ മിച്ചമുണ്ട്. ശരി ശരി. ശ്രീ ജിതിൻ, ഈ സിനിമ മമ്മൂക്ക കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഫീഡ്ബാക്ക്? അത് അദ്ദേഹം ഹാപ്പിയാണ്. അതിന്റെ ഒരു ആത്മവിശ്വാസമുണ്ട് നമുക്ക്. പിന്നെ അധികം ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി പറയുന്നതിന് പരിമിതികളുണ്ട്. എന്നാലും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നമ്മളും സംതൃപ്തരാണ്. ഓക്കെ, ഇപ്പൊ കലങ്കാവിന്റെ ടീച്ചർ എന്ന് വെച്ചാൽ അത് കുറെ നിഗൂഢതകളും കാര്യങ്ങളും ഒക്കെ ഒളിഞ്ഞിരിക്കുന്ന പോലെയാണ് ടീച്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സ്പോയിലർ ആകില്ലെങ്കിൽ എന്തൊക്കെ മലയാളികൾക്ക് കലങ്കാവിൽ നിന്ന് പ്രതീക്ഷിക്കാം ശ്രീ ജിതിൻ? നമ്മള് ഒഫീഷ്യലി നമ്മൾ പറഞ്ഞിട്ടുള്ള ചില സംഗതികളുണ്ട് സിനിമയെ പറ്റിയും, അതുപോലെ തന്നെ ഈ സിനിമയിൽ അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രത്തെ പറ്റിയൊക്കെ. പക്ഷെ അതിനേക്കാളും 10 മടങ്ങായിട്ട് ഒരുപാട് തിയറികളും ഒരുപാട് ന്യൂസുകളും ശരിയായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വാർത്തകളും എയറിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സംഗതികളെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അഡ്രസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ടീസർ ചെയ്തിരിക്കുന്നത്. ചില സംഗതികൾ നമ്മൾ ഇൻഡയറക്ട്ലി അഡ്മിറ്റ് ചെയ്യുകയും ചിലതിനെ തള്ളിക്കളയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കഥാപാത്രത്തെ പറ്റി പറയുന്നതിന് ചില പരിമിതികളുണ്ട്. എന്നാൽ പോലും അദ്ദേഹം ഇപ്പൊ നമുക്കറിയാം ഇത്രയും കാലമായിട്ട് ഒരുപാട് സിനിമകളിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് കഴിഞ്ഞൊരു ആളാണ്. അപ്പൊ ഈയിടെയായിട്ട് അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളെ തുടർച്ചയായിട്ട് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു തുടർച്ച എന്തായാലും ഈ സിനിമയിൽ, അതേപോലെ ഈ സിനിമയിൽ അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രത്തിലും എന്തായാലും ഉണ്ടാവും എന്നാണ് ഇപ്പം പറയാൻ പറ്റുന്നത്. ഓക്കെ, ശ്രീ ജിതിൻ, അങ്ങ് തന്നെ തുടക്കത്തിൽ പറഞ്ഞത് ഒരു നവാഗതനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അഡ്രസ്സാണ് ആദ്യത്തെ സിനിമ തന്നെ മെഗാസ്റ്റാർ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം മമ്മൂക്കയുടെ അടുത്ത് ഈ സിനിമയുടെ കഥ പറഞ്ഞു അദ്ദേഹം ഓക്കെ പറയുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സമയം അതെങ്ങനെയായിരുന്നു? അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കൈൻഡ് ഓഫ് എക്സൈറ്റ്മെന്റിന്റേതായ ഒരു മൊമെന്റ് ആയിരുന്നു. നമ്മുടെ ഉള്ളിൽ ഒരു കൈൻഡ് ഓഫ് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ എഴുത്തിന്റെ ഒരു പ്രോസസ്സിൽ തന്നെ കഥാപാത്രത്തിന്റെ ഒരു നിർമ്മിതിയുടെ ഘട്ടത്തിൽ അദ്ദേഹം ചെയ്താൽ നല്ലതായിരിക്കും എന്നും അതിലുപരി അദ്ദേഹത്തിലോട്ട് എത്തിയാൽ ചിലപ്പോൾ അദ്ദേഹത്തിനും അത് ഇഷ്ടപ്പെടാനൊരു സാധ്യത ഉണ്ടെന്നൊക്കെ ഒരു തോന്നലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഏതൊരാളെയും പോലെ അത്യാവശ്യം ഒരു ആങ്ഷ്യസ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയതും കഥ പറഞ്ഞതൊക്കെ. പക്ഷെ കഥ പറഞ്ഞു പോകുന്ന ഒരു പ്രോസസ്സ് തന്നെ അദ്ദേഹം അതിനകത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ടും ഇൻവോൾവ് ആയിട്ടുമാണ് പോകുന്നത് എന്നുള്ള ചില ഒരു സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴും അദ്ദേഹം വളരെ ഹാപ്പി ആയിരുന്നു. അപ്പം പറഞ്ഞറിയാൻ പറ്റാത്തൊരു സന്തോഷമാണ് അത് കിട്ടിയത്. അത് ഒപ്പം തന്നെ അതൊരു കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി കൂടി തന്നെയാണ്. അത് ആ ഒരു ചിന്തയും ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നാലും ഷൂട്ട് തുടങ്ങിയ ഒരു പ്രോസസ്സ് മുന്നോട്ട് പോയപ്പോഴത്തേനും ഒരു ടെൻഷനൊക്കെ മാറി വളരെ അദ്ദേഹമായിട്ട് അത്യാവശ്യം സിങ്ക് ആയിട്ട് പോകാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ആസ്വദിച്ചാണ് ഷൂട്ടിംഗ് പ്രോസസ് ഒക്കെ മുന്നോട്ട് പോയത്. ഓക്കെ, ശ്രീ ജിതിൻ, എനിക്ക് കറക്റ്റ് അറിയില്ല, തെറ്റാണെങ്കിൽ അങ്ങ് തിരുത്തണം, ക്ഷമിക്കണം. കുറുപ്പിന്റെ സഹസംവിധായകനായിരുന്നു അങ്ങെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു സിനിമയിലേക്ക് മമ്മൂക്കയുമായിട്ടൊരു സൗഹൃദത്തിലേക്ക് വരാൻ ദുൽഖർ വഴി ഒരു സൗഹൃദം അങ്ങനെയായിരുന്നോ? കുറുപ്പില് സഹസംവിധാനമായിരുന്നു, സഹരചയിതാവുമായിരുന്നു. അതിന് മുമ്പ് പിന്നെ അദ്ദേഹത്തിന്റെ മാമാങ്കം എന്നൊരു സിനിമയുണ്ട്. അതിനകത്ത് സജീവ് പിള്ള എന്ന് പറയുന്ന സംവിധായകന്റെ കൂട്ടത്തിൽ ഞാൻ സഹസംവിധാനമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ചില വ്യക്തികളുമായിട്ടൊക്കെ ചെറിയ കണക്ഷൻ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബന്ധം ഉപയോഗിച്ചാണ് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ അതിനകത്ത് ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വിവേക് രാമദേവൻ എന്നൊരു പുള്ളിയുണ്ട്. അപ്പൊ അദ്ദേഹം ത്രൂ ആണ്
ശരിക്കും ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്തു. പിന്നെ ആൻഡ്രോ ജോസഫ് ത്രൂ ആണ് അദ്ദേഹത്തിലോട്ട് എത്തിയതും കഥ പറയാനൊക്കെ പറ്റിയതൊക്കെ. ആ ഒരു റൂട്ടാണ് യൂസ് ചെയ്തത് ശരിക്കും പറഞ്ഞു. ദുൽഖർ വഴി അല്ല, ഇങ്ങനെയാണ് പോയത്. ഓ ശരി ശരി ശരി, മനസ്സിലായി. ശ്രീ ജിതിൻ, ഇപ്പോൾ ഇതിൽ ഈ മമ്മൂക്കയും വിനായകനും ഉണ്ട്, രണ്ടുപേരും കൂടെ ഉള്ള കോമ്പിനേഷൻ സീനൊക്കെ എങ്ങനെയായിരുന്നു? നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാതിന്ന്? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു ഷൂട്ടിന്റെ സമയത്ത്. പിന്നെ രണ്ടുപേരും രണ്ട് തരത്തില് സിനിമയും അതുപോലെ അവരുടെ കഥാപാത്ര നിർമ്മിതിയിലൊക്കെ രണ്ട് രീതിയിൽ സമീപിക്കുന്ന ആൾക്കാരാണ്. ബട്ട് അൾട്ടിമേറ്റ്ലി രണ്ടുപേരും ഒരുപാട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചില കൃത്യമായിട്ട് കഥാപാത്രത്തെയും കഥാ സന്ദർഭത്തെയൊക്കെ മനസ്സിലാക്കിയിട്ട് ഉള്ള ചില കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് അവരുടെ പരിപാടിയിലോട്ട് ലാൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു സിങ്ക് ഉണ്ടായിരുന്നു. പിന്നെ രണ്ടുപേരും വളരെ സൗഹൃദ അന്തരീക്ഷത്തില് ഒരു കൈൻഡ് ഓഫ് മ്യൂച്വൽ റെസ്പെക്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അപ്പം അതിനപ്പുറത്തോട്ട് നമ്മുടെ സിനിമയിൽ ഇവര് കോമ്പിനേഷൻ സീൻസ് ഡിമാൻഡ് ചെയ്യുന്ന ചില പ്രത്യേകതകളുള്ള ചില കഥാസന്ദർഭങ്ങളുണ്ട്. അത് വളരെ രസകരമായിട്ടാണ് ഇവർ പെർഫോം ചെയ്തതും ഡെലിവറി ചെയ്തതും ഒക്കെ. അപ്പൊ അതിന്റെ ഒരു രസം ആ ഫൈനൽ ഔട്ടിലും വന്നിട്ടുണ്ട്. അത് കാണുന്ന പോകുന്ന ആൾക്കാർക്കും ഒരു കൈൻഡ് ഓഫ് സംതൃപ്തി തരാൻ ഉതകുന്ന രീതിയിലുള്ള ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ശ്രീ ജിതിൻ, ഇതിങ്ങനെ കേട്ടിട്ടുണ്ട്, പഴകും തോറും വീര്യം കൂടുന്നൊരു വീഞ്ഞാണ് മമ്മൂക്ക എന്ന്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത്തരം കഥാപാത്രങ്ങളാണല്ലോ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻപ് നമ്മൾ ഒരു കാലത്ത് കണ്ടുകൊണ്ടിരുന്ന മമ്മൂട്ടിയല്ല ഒരു കാലത്തിന് ശേഷം നമ്മൾ കാണുന്നതും, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തായി. അപ്പോൾ അതൊക്കെ നേരിൽ കാണുമ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ, അതല്ലെങ്കിൽ ഒരു മമ്മൂട്ടി ആരാധകനാണെന്നുള്ള നിലയിലൊക്കെ എനിക്ക് എന്താണ് തോന്നിയത്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പിന്നെ മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരുടെ ആ ഒരു ശ്രേണിക്ക് ഉപരി ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സ്റ്റാർഡമുള്ള നടന്മാരിൽ ഒരാൾ കൂടിയാണ് മമ്മൂക്ക. ഏറ്റവും സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു. പക്ഷെ അതിനപ്പുറത്ത് ഈ സ്റ്റാർഡത്തിന്റെ ആഴത്തെ തലങ്ങളിലേക്ക് പോകുന്നതിനുപരി അദ്ദേഹത്തിന്റെ ഉള്ളിലെ നടൻ എന്നുള്ള രീതിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിലാണ് അദ്ദേഹത്തിന് ഒരു കിക്ക് ഉള്ളതെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എനിക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എഴുതി വെച്ച അല്ലെങ്കിൽ നമ്മൾ ഒരു വിഷ്വലി അല്ലെങ്കിൽ ഓഡിയോ പിന്നെ മ്യൂസിക്കും എല്ലാം ചേർന്ന് നമ്മുടെ മനസ്സിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പാറ്റേണിനകത്ത് നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു സിനിമയിൽ ഒരു കഥാപാത്രമായിട്ട് പെർഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ തന്നെ അതിനെ വേറൊരു ഡയമെൻഷനിലോട്ട് അദ്ദേഹത്തിന് ഉയർത്താൻ പറ്റും. അദ്ദേഹം ആ രീതിയിൽ ഹോംവർക്ക് ചെയ്യും. അദ്ദേഹത്തിന് മാത്രം പറ്റുന്ന രീതിയിലുള്ള ചില പെർഫോമൻസിലെ ചില സംഗതികൾ കൊണ്ടും അദ്ദേഹം അതിനെ എൻഹാൻസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സിൽ ആ ഒരു സംഗതി അനുഭവിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാര്യമായിരുന്നു. കാരണം ആ ഒരു പ്രോസസ്സിലൂടെ എനിക്കൊന്ന് ജീവിതത്തിൽ തന്നെ ഏറ്റവും നമുക്ക് ഒരു ഗൂസ് ബംസ് ഒക്കെ തരുന്ന എന്നൊക്കെ പറയാൻ പറ്റുന്ന മൊമെന്റ്സിലൂടെ കടന്നു പോകാനായിട്ട് സാധിച്ചു. അത് അദ്ദേഹം ഈ സിനിമയിൽ ഇതുപോലെ പങ്കാളിയായി മാറിയതുകൊണ്ട് മാത്രം സംഭവിച്ചതാണ്. അത് വേറൊരു രീതിയിലും കിട്ടാൻ പോകുന്ന ഒരു സംഗതിയാണെന്ന് തോന്നുന്നില്ല. അപ്പൊ അത് നമുക്ക് ജീവിതകാലം മുഴുവൻ ചെറിഷ് ചെയ്യാൻ പറ്റുന്ന ചില മെമ്മറീസ് ആണ് അങ്ങനെ കിട്ടിയത്. അതിൽ ഒരുപാട് സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉണ്ട്. ഓക്കെ ശ്രീ ജിതിൻ, ഇപ്പോൾ ഈ സിനിമയിലെ ടൈറ്റിൽ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളൊക്കെയും അല്ലെങ്കിൽ മലയാളികളൊക്കെയും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വന്നായിരുന്നു എന്താണ് കലങ്കാവൽ എന്ന്. ഇപ്പോൾ അതിൽ ഗൂഗിൾ പറയുന്ന ഒരു കാര്യം ഒരു അസുര നിഗ്രഹം എന്നാണ്. അങ്ങനെയാണ് റിസൾട്ടൊക്കെ വന്നത്. സ്പോയിലർ ആകില്ലെങ്കിൽ മാത്രം എന്താണ് കലങ്കാവൽ? കളങ്കാവൽ ബേസിക്കലി നമ്മുടെ ദക്ഷിണ തിരുവിതാംകൂറിലെ കാളി ക്ഷേത്രങ്ങളിൽ പിന്നെ കാളിയൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു റിച്വലാണ്. ആ ഒരു റിച്വലിന് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. അതിന്റെ പിന്നിലുള്ള ഐതിഹ്യമാണ് ഈ ദേവി ദാരികനെ അന്വേഷിച്ച് 8 ദിക്കിലും പോയി ദാരികന്റെ അസാന്നിധ്യം ഉറപ്പുവരുത്തുന്നു എന്നുള്ള ഒരു ഐതിഹ്യത്തിന്റെ പുറത്താണ്. അപ്പം അത് പിന്നെ അതിന്റെ വാച്യാർത്ഥം എന്ന് പറയുന്നത് കളം കാവൽ, അതായത് ഒരു കളത്തിന് കാവൽ നിൽക്കുന്ന ഒരു പ്രോസസ്സ് എന്നാണ് അതിന്റെ ഒരു വാച്യാർത്ഥം എന്ന് പറയുന്നത്. പിന്നെ ഈ സിനിമ സംഭവിക്കുന്ന ഇതിന്റെ ഒരു ഭൂമിക എന്ന് പറയുന്നത് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമാണ്. അപ്പൊ തമിഴിലും മലയാളത്തിലും ഒരേ അർത്ഥം തന്നെയാണ് ഈ വാക്ക് ക്യാരി ചെയ്യുന്നത്. പിന്നെ ഈ സാംസ്കാരികപരമായിട്ടും ഈ രണ്ട് സ്ഥലങ്ങളിലും ഈ റിച്വൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഈ ഐതിഹ്യത്തിന്റെ സംഗതികളും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇതുമായിട്ട് ബന്ധപ്പെട്ടതാകാം. അത് എന്താണ് അതിന്റെ എക്സാക്ട് സാധനമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ബട്ട് ഞാൻ പോസിബിലിറ്റീസ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങളും ഇതിന് കാരണമായിട്ടുള്ളതാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള പല സംഗതികളും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മുടെ പടത്തിന്റെ കോർ തീമുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ടൈറ്റിൽ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം. ഓക്കെ ഇപ്പം മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡക്ഷൻസ്, വേഫർ ഫിലിംസ് ആണ് അതിന്റെ വിതരണം. അപ്പോൾ ഒരു നിർമ്മാതാവിനെയും കൂടി അങ്ങേക്ക് സെറ്റിൽ കാണാൻ പറ്റി. അപ്പൊ എങ്ങനെയായിരുന്നു ഒരു നിർമ്മാതാവായിട്ട് മമ്മൂക്ക?
നിർമ്മാതാവ് എന്ന രീതിയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് അത് അദ്ദേഹം ആണ് നിർമ്മാതാവിൽ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ജോർജേട്ടൻ, സുനിലേട്ടൻ ഇങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആവശ്യമുള്ള സംഗതികളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിലും മറ്റും നമുക്ക് ലോജിസ്റ്റിക് വെച്ചാലും വേറെ ഒരു രീതിയിലും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഷൂട്ടിന്റെ സമയത്തും മറ്റും സിനിമ എപ്പോഴും ഒരു കോൺസ്റ്റന്റ്ലി ഇവോൾവിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടാണ്. നമുക്ക് ഒരുപാട് കിട്ടുന്ന ഇൻപുട്സിനനുസരിച്ച് അതിന്റെ ടോട്ടാലിറ്റിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ അത്തരത്തിൽ മാറ്റങ്ങളും പരിപാടികളൊക്കെ വരുമ്പോഴും അതിന് നമുക്ക് എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ആവശ്യം വരുന്നത് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിലാണെങ്കിലും ഒക്കെ ഒരു രീതിയിലുള്ള അവർക്ക് എന്താണ് സംഗതി എന്ന് അവർക്ക് മനസ്സിലായാൽ മാത്രം മതി. അവരത് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുകൊണ്ട് ആ ഒരു സൈഡിൽ നിന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത്. അതൊരു ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു, പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഒരു സിനിമ ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക്. ഓക്കെ, അപ്പം ശ്രീ ജിതിന് ഒത്തിരി സന്തോഷം. നമുക്കൊപ്പം ചേർന്നതിന് കളങ്കാവലിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എല്ലാവിധ ആശംസകളും. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഒരു അവസരം തന്നതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദി. താങ്ക് യു.